ഷാഫി സാദി ബിജെപിന്റെ ആളാണ്, അയാൾ RSSന്റെ ഏജന്റാണ്. പറയുന്ന കുട്ടിക്കല്ല മുലപ്പാല് കിട്ടും. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു സർക്കാർ എന്ന നിലയിൽ സിദ്ധരാമയ്യ സർക്കാർ അടിപൊളി തുടക്കമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. ഒന്ന്, BJPയുടെ നോമിനിയായ കർണാടക വഖഫ് ബോർഡ് പ്രസിഡന്റ് ഷാഫി സാദിയുടെ നോമിനേഷൻ അങ്ങ് റദ്ദാക്കിക്കളഞ്ഞു. രണ്ട്, അതേസമയം സ്പീക്കറായി കോൺഗ്രസിന്റെ ന്യൂനപക്ഷ മുഖമായി UT ഖാദർ വരികയാണ്. മൂന്ന്, പോലീസിലെ കാവ്യവൽക്കരണം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും സദാചാര പോലീസിംഗിന് ഇവിടെ വേണ്ടെന്നുമുള്ള ശക്തമായ നിലപാടെടുക്കുന്നു. അഞ്ച്, ഹിജാബ് നിരോധന നിയമം എടുത്ത് തോട്ടിലെറിയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അഞ്ച്, സീറോ ട്രാഫിക് പ്രോട്ടോകോൾ ഒഴിവാക്കൽ. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ പൊതുജനങ്ങളെ റോഡിലൊക്കെ ബന്ദിയാക്കിയിടുന്ന പരിപാടി അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം. ആറ്, അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിലാണ് 5 വാഗ്ദാനങ്ങൾ പ്രധാനപ്പെട്ട് നടപ്പിലായത്. कर्नाटक वक्फ बोर्ड के साबिक चेयरमैन मौलाना शाफी सादी वक्फ काउंसिल के वाइस चेयरमैन नामजद किए गए हैं। आज वजीर वक्फ जमीर अहमद खान ने वजीर आला सिद्धरामैया के हाथों मौलाना शाफी सादी को यह ऑर्डर दिलाया है। इस हुक्मनामे के मुताबिक मौलाना शाफी सादी वक्फ काउंसिल के नायब सदर या वाइस चेयरमैन नामजद किए गए हैं। आपको बता दें, वक्फ काउंसिल के चेयरमैन वक्फ के वजीर ही होते हैं। मौलाना शाफी सादी वाइस चेयरमैन और चेयरमैन के तौर पर वजीर वक्फ जमीर अहमद खान ही रहेंगे। मौलाना शाफी सादी जमीर अहमद खान के करीबी माने जाते हैं। आज वजीर आला के हाथों यह ऑर्डर इन्हें मिला है। इस ऑर्डर के मुताबिक वक्फ काउंसिल की मियाद 3 साल की है, यानी वाइस चेयरमैन और कमेटी 3 साल के लिए बनाए गए हैं। आपको बता दें, जिस तरह वक्फ बोर्ड होता है इसी तरह वक्फ काउंसिल भी होती है। वक्फ काउंसिल का काम होता है कि वो औकाफी इदारों को माली ताउन यानी लोन प्रोवाइड करें। उस लोन के जरिए वक्फ के जायदादों को तरक्की हासिल हो सके। അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ ചാവത്തക്കൻ. 2 വർഷം മുമ്പ് എന്തായിരുന്നു കഥ? നമ്മളെ സുനിത ദേവദാസ് വിപ്ലവം സൃഷ്ടിച്ച നിരീക്ഷകർ, യൂട്യൂബർ, അതുപോലെ മാധ്യമ പ്രവർത്തകർ, നീണ്ട നിരയാണ്. എന്തെല്ലാമാണോ ആയിരുന്നത്. ആർജം പുറഞ്ചം മൗലാന സയദി ഷാഫി സയദി ഉസ്താദിനെ മുസംഗിയാക്കാനുള്ള വലിയ തിടുക്കത്തിലായിരുന്നു ഒരാൾ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ധൈര്യം. സിദ്ധരാമയ്യ എന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. ആ പാർട്ടി തന്നെയാണ് ഇപ്പോഴിതാ വഖഫ് കൗൺസിലിന്റെ വൈസ് ചെയർമാനായിട്ട് മൗലാന ഷാഫി സാദി ഉസ്താദിനെ നിയമിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ എന്ത് നിരീക്ഷണം നടത്തുന്നത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? തെറ്റായ നിരീക്ഷണവും തെറ്റായ കാഴ്ചപ്പാടും ആണ് ഈ പ്രസ്ഥാനത്തിന് എതിരിൽ. ഏതാണ് ഈ പ്രസ്ഥാനം? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തിനെതിരിൽ അതിന്റെയൊക്കെ ശക്തനായ നേതാവാണ് കർണാടകത്തിലെ ഉസ്താദ് ഷാഫി സാദി മൗലാന. സംഘപരിവാറിനും BJPക്കും ഓശാന പാടുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു തെളിവുമില്ലാതെ പച്ചയായ അസത്യം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, എന്നിട്ട് അതിനെ തൂക്കിയെടുക്കാനും വാങ്ങിയെടുക്കാനും ഷെയർ ചെയ്യുവാൻ ഒക്കെ കുറെ ആളുണ്ട്. സുനിത ദേവദാസിന്റെ എതിരിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോ കുറെ ആംഗ്ലമാർ ഇറങ്ങി വന്നു. നീ എന്ത് അറിഞ്ഞിട്ടാ വീഡിയോ ചെയ്യുന്നത്? സുനിത ദേവദാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാധ്യമ പ്രവർത്തകയാണ്. അവരോളം നിങ്ങൾ അത്ര ഉയർന്നിരിക്കണോ? ഈ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുവിധം വസ്തുത നമുക്കറിയാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഈ മാധ്യമമാണ് അല്ലെങ്കിൽ യൂട്യൂബർ ചാനലാണ്, ഇൻഫ്ലുവൻസർ ആണ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാമോ വിളിച്ചു പറയാം എന്നാണോ സമൂഹത്തിന്റെ മുന്നിൽ? ഇതൊക്കെ പണ്ട് ആരോ പറഞ്ഞല്ലോ, വരമ്പത്ത് പൂലിയാണ്. അതേപോലെ ഇതൊന്നും കൂടുതൽ നീണ്ടു പോകില്ല. ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനത്ത് സിദ്ധരാമയ്യ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ആ ഭരണകൂടത്തിന് കീഴിലാണ് ഈ വഖഫ് ബോർഡ് കൗൺസിലിന്റെ വൈസ് ചെയർമാനായിട്ട് ശ്രീ ഷാഫി സാദി ഉസ്താദിനെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹം ഇനി മുസംഖ്യയാണോ? ഇനി എന്ത് സംഖ്യയാണോ? ഇനി കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തതിന് ഞാൻ എന്ത് വാക്കാ വേണ്ടത്? അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് വേറെ ആരൊക്കെ ഇസ്ലാം മതത്തിൽ നിന്ന് BJPയിലേക്ക് പോയത് അത്ര അപകടമൊന്നും അല്ല. സുനിത ദേവദാസ് പറയുന്നു. എന്നാൽ ഈ മുസംഖ്യയായിട്ടുള്ള മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്ന ആളെ എന്താർത്ഥത്തിലാ ചുമ്മാ വെറുതെ വീഡിയോ ചെയ്ത് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത്? ദയവേദി ഇനിയെങ്കിലും ഈ പ്രസ്ഥാനത്തിനെതിരിൽ അസത്യമായിട്ടുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വേള മനസ്സിലാക്കുക, ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിന് നേതൃത്വം കൊടുക്കുന്നത് ദീർഘവീക്ഷണമുള്ള വലിയ പണ്ഡിതന്മാരാണ്. ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മഹത്തുക്കൾ നേതൃത്വം കൊടുക്കുന്നത്. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ, മതസ്ഥാപനങ്ങളെ കെട്ടിപ്പടുക്കുമ്പോൾ അവരെ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിന് ഭരണകൂടത്തെ എങ്ങനെ സമീപിക്കണം,
അത് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനൊക്കെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് എങ്ങനെ സമീപിക്കണം എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവര് കൂട്ടിക്കൊടുപ്പിന്റെ ആളാണ്, സമുദായത്തെ വഞ്ചിക്കുന്നവരാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ സമൂഹ മധ്യ വന്ന് പറയുമ്പോൾ ഒരു വേള മനസ്സിലാക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? കർണാടക സർക്കാരിനെ ഇനി എന്ത് പറയണം? സുനിത ദേവദാസേ. അപ്പം എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഇനി വീണ്ടും ഇതുപോലെയുള്ള അസത്യങ്ങളും കാര്യങ്ങളും വ്യക്തമായിട്ട് ധാരണയില്ലാതെ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുക. കർണാടക സംസ്ഥാനം BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഹിച്ചിരുന്ന ആ പദവി സിദ്ധരാമയ്യ വന്നപ്പോ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ സ്ഥാനത്ത് തന്നെ നിർത്തി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചോദ്യം ചെയ്തു, സുനിത ദേവദാസെ ആ ഷാഫി സാദിയെ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, മുസംഖി തന്നെയാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? കഷ്ടം.